നമ്മളിന്ന് CCCയിൽ പഠിക്കുന്നത് ആരാധനാക്രമത്തെക്കുറിച്ചാണ്. 2655 പേജ് നമ്പർ 640, 2655 സഭയുടെ ആരാധന. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിലേക്കാണ് എന്നുള്ള വകുപ്പാണ് 2-ാം അധ്യായത്തിൽ. പ്രാർത്ഥനയുടെ പാരമ്പര്യം, പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിലേക്കുള്ള വകുപ്പിൽ നമ്മൾ ആദ്യം പരിശുദ്ധാത്മാവാകുന്ന ഉറവിടത്തിലേക്ക് നീങ്ങി, അതിനുശേഷം ദൈവവചനമാകുന്ന ഉറവിടം. ഇത് രണ്ടും തന്നെ എന്തോ ഒരു വലിയ കാര്യമാണ്. അതിനുശേഷം ഈ പരിശുദ്ധാത്മാവും ദൈവവചനവും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊന്നാണ് ആരാധനക്രമം. ഇതെന്നും വളരെ വിസ്മയനീയത നിറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം തർക്കങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ വളർച്ചയിൽ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ആരാധനാക്രമം. എന്നാൽ നമ്മുടെ വളർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ആരാധനാക്രമം. ഒരു നമുക്ക് വായിക്കാം. സഭയുടെ കൗദാശിക ആരാധനയിൽ കൗദാശിക ആരാധനയിൽ രക്ഷാകര രഹസ്യത്തെ പ്രഖ്യാപിക്കുകയും, അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സന്നിഹിതമാക്കുകയും പകർന്നു തരികയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം പ്രവർത്തനനിരതമായ ഹൃദയത്തിൽ തുടരുന്നു. ആധ്യാത്മിക ഗ്രന്ഥകാരന്മാർ ചിലപ്പോഴെല്ലാം ഹൃദയത്തെ ബലിപീഠത്തോട് ഉപമിക്കാറുണ്ട്. ആരാധനാഘോഷ സമയത്തും അതിനുശേഷവും പ്രാർത്ഥന ആരാധനയെ ആന്തരികമാക്കുകയും സാംശീകരിക്കുകയും ചെയ്യുന്നു. രഹസ്യത്തിൽ നടത്തുകയാണെങ്കിൽ പോലും പ്രാർത്ഥന എപ്പോഴും സഭയുടെ പ്രാർത്ഥനയാണ്. അത് പരിശുദ്ധ ത്രിത്വവുമായുള്ള സംസർഗമാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ഈ നാളുകളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സഭയുടെ ആരാധനാ നവീകരണത്തെക്കുറിച്ചെല്ലാം. ഇതിൽ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ മാറ്റാൻ, എങ്ങനെയാണ് ഈ ആരാധനാക്രമങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും ഒരു ചെറിയ സൂചന ഞാൻ തന്നോട്ടെ. അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പം മനസ്സിലാവും. ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എല്ലാം വളരെ വിപുലമായി ഒരു സ്ഥലത്ത് നടക്കുന്നത് എന്താണെന്ന് അടുത്ത സ്ഥലത്ത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളായി. എന്നാൽ ആദിമ സഭയിൽ ഈശോ 40 ദിവസം അപ്പസ്തോലന്മാരോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ 40 ദിവസം ഈശോയോട് കൂടെ ആയിരുന്നപ്പോൾ ആരംഭിച്ചതാണ് ഈ ദൈവത്തെ ത്രിത്വൈക ദൈവാരാധന. ആ രക്ഷാകര സംഭവങ്ങളെല്ലാം ആവിഷ്കരിക്കപ്പെടുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അത്ഭുതമായ ഒരു പ്രവൃത്തിയാണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ പ്രവർത്തനത്തെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ആ രക്ഷാകര രഹസ്യം സന്നിഹിതമാക്കപ്പെടുന്നു. ഇനി നമ്മളുടെ പ്രശ്നം പലപ്പോഴും എന്തുകൊണ്ടാണ് ഇത്രയും റീത്തുകൾ? സഭയിൽ 21 24 റീത്തുകളുണ്ട്. എന്തിനാണ് ഇത്രയും റീത്തുകൾ? ഒന്ന് പോരെ? ഇങ്ങനെയെല്ലാം പലരും യുക്തിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈശോ അപ്പസ്തോലന്മാരെ ലോകമെമ്പാടേക്കും അയച്ചു. അപ്പോൾ നമ്മൾ അപ്പസ്തോലന്മാരെ ഓരോ രാജ്യങ്ങളിലേക്കും വന്ന് അവിടെ, ഉദാഹരണത്തിന് വിശുദ്ധ തോമാസ് ശ്ലീഹ കേരളത്തിൽ വന്നു എന്ന പോലെ ഓരോ രാജ്യങ്ങളിലേക്ക് അപ്പസ്തോലന്മാർ പോയി. അന്ത്യോക്യയിലേക്ക് പോയി, ഉക്രൈനിയത്തേക്ക് പോയി. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ അപ്പസ്തോലന്മാർ പോയി. അവരവിടെ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ ആ പ്രചോദനങ്ങളും വെളിപാടുകളും, അതേസമയം അവിടുത്തെ ആളുകളുടെ കൾച്ചർ, അതാണ് പ്രധാന വിഷയം. അവിടുത്തെ സമൂഹത്തിൻ്റെ കൾച്ചർ
ആരാധനയിൽ ഒരു പ്രധാന ഘടകമാക്കി എടുത്തു. ഉദാഹരണത്തിന് യേശു ആരാധനാക്രമം ആരംഭിച്ച അന്ത്യ അത്താഴ വേളയിൽ യേശു എന്ത് ചെയ്തു? യേശു ആ ഇസ്രായേൽ ജനത്തിൻ്റെ കൾച്ചർ അവിടെ ഉപയോഗിച്ചു. എന്താണ് അവിടുത്തെ ആദ്യം ഉപയോഗിച്ച കൾച്ചർ? ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു കൾച്ചറാണ് വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു കൾച്ചറാണ് കാല് കഴുകുക. കാല് കഴുകാതെ ആരും അകത്ത് കയറാറില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ കാല് കഴുകണം. ഈശോ എന്ത് ചെയ്തു? സ്വയം ഒരു അടിമയെപ്പോലെ ആയി ആ കാല് കഴുകൽ കൾച്ചർ ഈ രക്ഷാകര പദ്ധതിയുടെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റി. അതെല്ലാവരുടെയും കാല് കഴുകുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആന്തരികമായ വിശുദ്ധീകരണമാണ് കൂദാശയിലൂടെ വേണ്ടതെന്നുള്ളതിൻ്റെ പ്രതീകമാണത്. പിന്നെ മറ്റൊരു പ്രതീകം ഈശോ അവിടെ എടുത്തത്, ഇസ്രായേൽ അവർ ഭക്ഷണം കഴിക്കാനിരുന്നാൽ അപ്പം എടുത്ത് സ്തോത്രം ആലപിക്കാതെ നന്ദി പറയാതെ ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. അത് ആരാധനാക്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവൻ അപ്പം എടുത്തു സ്തോത്രം ആലപിച്ചു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ അവിടുത്തെ കൾച്ചർ അതിൻ്റെ ഒരു ഭാഗമാക്കി. എന്ന പോലെ എല്ലാ അപ്പസ്തോലന്മാരും ഓരോ ദിശകളിൽ ചെന്നിട്ട് അവിടുത്തെ കൾച്ചറും കൂടി ഭാഗപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി അവർ ആരാധനാക്രമങ്ങൾ അവിടെ ഉണ്ടായി. അങ്ങനെ ആ ആരാധനാക്രമങ്ങളിലൂടെ അവർ വലിയ അനുഭവത്തിലേക്ക് നീങ്ങി. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പിതാക്കന്മാർ ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് കൂടി അവരുടെ വസ്ത്രങ്ങളും അവരുടെ ആരാധനാക്രമങ്ങളും പരസ്പരം അവർ പ്രദർശിപ്പിക്കുകയും അവരങ്ങനെ ആരാധിക്കുകയും ചെയ്തപ്പോഴാണ് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. ഒരു മനോഹരമായ പൂന്തോട്ടം പോലെ വ്യത്യസ്തമായ പുഷ്പങ്ങൾ, വ്യത്യസ്തമായ സുഗന്ധം, എന്നാൽ ഒരേ ദൈവം എന്ന പോലെയുള്ള മഹനീയമായ ഒരവസ്ഥ അനുഭവപ്പെട്ടു. അതുകൊണ്ട് സഭ ആ ആരാധനാക്രമങ്ങളുടെ തനിമ നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധാത്മാവ് ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കിയ ആ വളരെ മനോഹരമായ ഒരു പ്രവൃത്തിയാണ് ഈ ആരാധനാക്രമങ്ങൾ. അതിൻ്റെ ആ ഉത്ഭവ വിശുദ്ധി അല്ലെങ്കിൽ അതിൻ്റെ അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് സഭാപിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവ് തന്നെ കൊടുത്ത നിർദ്ദേശം. അത് രണ്ടാം വത്തിക്കാൻ സൂനഹദോസിലും അതേ കാര്യം തന്നെയാണ് വളരെ പ്രധാനമായി സ്ഥാപിക്കപ്പെട്ടത്. എന്നിരുന്നാലും അതിൽ ചില നവീകരണങ്ങളുണ്ടായി. ആ നവീകരണങ്ങളുടെ പ്രധാന നവീകരണം ഇതായിരുന്നു: ഓരോരുത്തരുടെയും മാതൃഭാഷയിൽ ഈ ആരാധിക്കാമെന്നുള്ളത്. ഉത്തരേന്ത്യയിലെല്ലാം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ലിപികളില്ല. ഭാഷയുണ്ട്, ലിപികളില്ല. ഭാഷയുണ്ട്, ലിപികളില്ല. വെർനാക്കുലർ എന്ന് പറയും. ആ വെർനാക്കുലേഴ്സിൽ പോലും വിശുദ്ധ ആരാധന നടത്താം എന്ന് സഭ അനുവാദം നൽകി. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പ്രധാനമായിട്ട് ഈ വ്യത്യസ്ത റീത്തുകൾക്ക് വ്യത്യസ്ത ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. അത് മാറ്റം വരുത്താതെ അതിൽ തന്നെ നിലനിൽക്കണം എന്നതാണ് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ഒരു പ്രധാന അത് ആ റീത്തിൽ ജനിച്ച് വളർന്ന് ആ റീത്തിൽ ജീവിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആവശ്യമാണ്. അവർക്കതില്ലാതെ പറ്റില്ല എന്നുമാണ്. അതുകൊണ്ടാണ് ഈ ആരാധനാക്രമങ്ങൾ ഇങ്ങനെ ഉണ്ടായതെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇനി ഈ ആരാധനാക്രമങ്ങളിൽ എന്താണ് പ്രധാന വിഷയം? പ്രധാന വിഷയം രക്ഷാകര രഹസ്യമാണ്. ഏത് ആരാധനാക്രമമായാലും
അതിലെ പ്രധാന വിഷയം ഇതാണ്. അപ്പോൾ ഒന്ന്, കൗദാശിക ആരാധനയിൽ എന്താണ് കൗദാശിക ആരാധന എന്ന് പറഞ്ഞാൽ? സാക്രമെൻ്റൽ ലിറ്റർജി. അത് കൂദാശ എന്താണെന്നുള്ള നിർവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കൂദാശ? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അപ്പോൾ ആരാധനാക്രമത്തിലെ പ്രധാന ഒരു വിഷയമാണ് അടയാളങ്ങൾ. അപ്പോൾ ഓരോ രീതിനും വ്യത്യസ്ത അടയാളങ്ങളുണ്ട്. എന്നാൽ ആരാധനാക്രമത്തിൻ്റെ കേന്ദ്രബിന്ദു ഒന്ന് തന്നെയാണ്. ഇനി ഈ ആരാധനാക്രമത്തിൽ നമ്മളുടെ പ്രാർത്ഥനാ ചൈതന്യം കൂടുതൽ അനുഭവമാകുന്നത് ഹൃദയത്തിലാണ്. ഹൃദയമാണ് പ്രധാന വിഷയം. എന്നാൽ അതേ സമയത്ത് ആരാധനയിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ആദ്യത്തെ സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷാകര രഹസ്യത്തെ പ്രഖ്യാപിക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു തരികയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം പ്രാർത്ഥനാനിരതമായ ഹൃദയത്തിൽ തുടരുന്നു. ഇപ്പോൾ ഈ രക്ഷാകര രഹസ്യത്തെ പ്രഖ്യാപിക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു തരികയും, ഞാൻ എപ്പോഴും പാടാറുള്ളൊരു പാട്ടാണ് ഇത് പറയുമ്പോൾ. മലങ്കര ആരാധനാക്രമത്തിൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് രഹസ്യ ശുശ്രൂഷയിൽ ആരംഭത്തിൽ പാടുന്ന ആ ഗാനം, അതിൽ ആ ഗാനത്തിൽ ആ 2 വരിയിൽ ഇത് മുഴുവൻ അടങ്ങിയിരിക്കുന്നു. രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും. എന്താണത്? നാഥാനിൻ ജനനം, സ്നാനം, പീഠ, ക്രൂശേറ്റം, മൃതി, ഉത്ഥാനം, സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും ഓർമ്മിച്ചിരുന്നീ യാഗത്തിൽ. ഒരൊറ്റ സെൻറ്റൻസിൽ ഈ നടക്കാൻ പോകുന്ന വിസ്മരണീയമായ ഈ ആരാധനാക്രമത്തിലെ രക്ഷാകര രഹസ്യങ്ങളെ മുഴുവനും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതാണ്. അപ്പോൾ ഇത് എല്ലാ ആരാധനാക്രമത്തിലും ഇങ്ങനെ തന്നെയാണ്. വ്യത്യസ്ത രീതിയിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നു. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പരിശുദ്ധാത്മാവിൻ സംസർഗവും. അപ്പോൾ ഇത് ആ ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ ആരാധനാക്രമം മുഴുവനും. വീണ്ടും മലങ്കര കുർബാനയിൽ അതിനുശേഷം പാടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗീതമാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കണ്ടോ? ഇതാണ് ആരാധനയുടെ മുഴുവനും വിഷയം. തുടർന്ന് മരണമില്ലാത്തവരെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ. കേട്ടോ? അപ്പോൾ ഇവിടെ എല്ലാം ഈ രക്ഷാകര രഹസ്യങ്ങൾ നമ്മൾ പ്രഘോഷിക്കുകയാണ്. അതുതന്നെയാണ് എല്ലാ കുർബാനയിലും 7 രഹസ്യങ്ങൾ, രക്ഷാകര രഹസ്യത്തിൽ 7 കാര്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു. എന്തെല്ലാമാണ് രക്ഷാകര രഹസ്യത്തിലെ 7 കാര്യങ്ങൾ? ഈശോയുടെ മനുഷ്യാവതാരം, സ്നാനം, ഈശോയുടെ പരസ്യ പ്രഘോഷണം, പീഡാസഹനവും മരണവും, ഉയർപ്പ്, 5 ഉയർപ്പ്, സ്വർഗാരോഹണം, സ്വർഗാവരോഹണം അഥവാ പെന്തക്കോസ്ത. ഇനി 8ാമതൊരു കാര്യം ഈശോയുടെ വീണ്ടും വരവ്. അത് ഇതിൻ്റെ അവസാനമുണ്ട്, അതും കൂടി ഉണ്ട്. എങ്കിലും ഈ 7
കാര്യങ്ങൾ അല്ലെങ്കിൽ 8 കാര്യങ്ങൾ എന്ന് പറയാം ഈശോയുടെ ആ വീണ്ടും വരവ് കൂടി ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നു. അതാണ് ആരാധന രക്ഷാകര രഹസ്യത്തെ പ്രഖ്യാപിക്കുകയും. അടുത്ത വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്, സന്നിഹിതമാക്കുകയും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് റീ എനാക്ട്മെൻ്റ് എന്ന് പറയും, അതല്ലെങ്കിൽ മേക്സ് പ്രസൻറ്റ്. മറ്റൊന്ന് റീ എനാക്ട്മെൻറ്റ്. ആ സംഭവങ്ങളിൽ പ്രവർത്തിച്ച, അതായത് ഇങ്ങനെയാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ രക്ഷാകര രഹസ്യം അത് നടന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ അനന്തതയിലേക്ക് പ്രവേശിച്ചു. ആ അനന്തതയിലേക്ക് പ്രവേശിച്ച ആ സംഭവങ്ങളെല്ലാം നമ്മൾ ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്കായിട്ട് അതേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയും നമുക്ക് സന്നിഹിതമാക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ രക്ഷാകര രഹസ്യങ്ങൾ അത് നടന്നത് അന്ന് ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഏത് കാലത്തും ഉള്ളവർക്ക് വേണ്ടിയാണ്, ലോകം മുഴുവനും ഉള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന നമുക്കായിട്ട് ആ രക്ഷാകര രഹസ്യങ്ങൾ കൗദാശികമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ സന്നിഹിതമാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ എഴുന്നള്ളി വരുന്നു. പരിശുദ്ധാത്മാവ് അവിടെ എഴുന്നള്ളി വന്നുകൊണ്ട് ഇവിടെ നമ്മുടെ ആ പ്രാർത്ഥനയിൽ പറയുന്നത് ശ്രദ്ധിക്കാം. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവരുടെ ഉയർപ്പിലുള്ള, അതാണ് മരിച്ചവരുടെ ഉയർപ്പ് അന്ത്യദിനത്തിലുണ്ടാവുന്ന കാര്യമാണ്. എന്നാൽ ഇതേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ആ അന്ത്യദിനത്തിലുണ്ടാകാൻ പോകുന്ന ആ ഉയർപ്പിനെ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു മുൻകൂർ അനുഭവം തരികയാണ്. ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. അതാണ് സജീവവും. ഈ വാക്കുകൾക്ക് വളരെ വലിയ അർത്ഥമാണ്. സജീവം, ഈശോ അർപ്പിച്ചത് ഒരു ചത്ത ബലിയല്ല, സജീവ ബലിയാണ് അർപ്പിച്ചത്. ആടിനെയും കാളക്കിടാങ്ങളെയും കൊന്ന് ബലിയർപ്പിക്കുമായിരുന്നു. അങ്ങനെ മരിച്ച് കഴിഞ്ഞതിന് ശേഷമല്ല ബലി അർപ്പിച്ചത് ഈശോ, സജീവ ബലി. അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് അത് പറയും, സജീവവും പരിശുദ്ധവും ജീവദായകവുമായ. അതുപോലെ തന്നെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ലത്തീൻ ആരാധനാക്രമത്തിൽ കർത്താവേ അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളുമായിട്ട് രമ്യപ്പെടുത്തുകയും അങ്ങയുടെ പീഡാനുഭവത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് നവജീവൻ പകരുകയും അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഞങ്ങൾക്കായി സ്വർഗം തുറക്കുകയും ചെയ്തു. അതിനാൽ സകല മാലാഖമാരോടും മാലാഖാവൃന്ദങ്ങളോടുമൊപ്പം ഞങ്ങൾ അങ്ങേ ഓശാന പാടി സ്തുതിക്കുന്നു. ഓശാന ഓശാന. അപ്പോൾ ഇതെല്ലാത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പം ഞാൻ 3 റീത്തുകളുടെയും കാര്യം മനസ്സിലാക്കി. ഈ 3 റീത്തുകളിലെയും വ്യത്യസ്തമായ പ്രതീകങ്ങളാണെങ്കിലും അതിൽ കോമൺ ഫാക്ടറായിട്ടുള്ളത് എന്താ? ഈശോയുടെ ഈ രക്ഷാകര രഹസ്യത്തെ പ്രഖ്യാപിക്കുകയും സന്നിഹിതമാക്കുകയും, അതാണ് മെയ്ഡ് പ്രസൻറ്റ്, സന്നിഹിതമാക്കുകയും പകർന്നു തരികയും ചെയ്യുന്നു. അതാണ് നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. ഈശോയുടെ ശരീരവും രക്തവും
കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി വിശ്വാസിക്ക് നൽകപ്പെടുന്നു. മലങ്കര കുർബാനയിൽ പറയും, ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട എന്ന് പറഞ്ഞിട്ടത് അവ പകർന്നു നൽകപ്പെടുന്നു. അപ്പോൾ എന്താണ് 3 കാര്യങ്ങൾ നടക്കുന്നത്? അല്ലെങ്കിൽ 3 രക്ഷാകര രഹസ്യത്തെ പ്രഖ്യാപിക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു തരികയും ചെയ്യുന്നു. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പണത്തിൽ ഇതൊരു തലയിലല്ല ഇരിക്കേണ്ടത്, ഇത് ഹൃദയത്തിലുണ്ടാകണം. നമ്മുടെ ഹൃദയമാണ് ഇനി തുടർന്ന് പറയുന്നത്, ഹൃദയമാണ് ഇവിടെ ബലിപീഠം. അതുകൊണ്ടാണ് നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ, നിങ്ങളുടെ ഹൃദയം ഉയർത്തണമെന്നെല്ലാം പറയണതിൻ്റെ കാര്യം അതാണ്. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു വലിയ രഹസ്യം ഇതാണ്, ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം. ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം. അപ്പം ഈ പകർന്നു തരികയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ദൗത്യം കണ്ടോ. ഇവിടെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം അടയാളങ്ങളിലൂടെ സംഭവിക്കുന്നു. ഏറ്റവും പ്രധാനമായ ഒരു അടയാളം വൈദികനാണ്. വൈദികൻ സ്വീകരിച്ചിരിക്കുന്ന കൂദാശയിലൂടെ വൈദികൻ ക്രിസ്തു തന്നെയാണ്. വൈദികൻ ക്രിസ്തുവാണ്. ക്രിസ്തുവും ആ വൈദികന് നൽകിയിരിക്കുന്ന കൗദാശികമായ വലിയ ഒരു അധികാരമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക അഭിഷേകമാണ്. ആ വൈദികൻ സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തി റൂഹായെ ക്ഷണിക്കുമ്പോൾ റൂഹ വരുന്നു, ഈ യാഗവസ്തുക്കളിൽ ആവസിക്കുന്നു, ആ അപ്പവും വീഞ്ഞിനെയും രൂപാന്തരീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുന്ന പോലെ തന്നെ വൈദികൻ പറയുന്ന വചനം, അപ്പോൾ വചനവും പരിശുദ്ധാത്മാവും ഇത് രണ്ടുമാണ് പ്രധാന വിഷയം. അപ്പോൾ വചനമാകുന്ന ക്രിസ്തു അതോടൊപ്പം പരിശുദ്ധാത്മാവും അവിടെ വരുമ്പോൾ പിന്നെ ആരുണ്ട്? അവിടെ പിതാവായ ദൈവമുണ്ട്. അതുകൊണ്ട് അത് ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ ആരാധനാക്രമത്തിൽ മുഴുവനും നടക്കുന്നത്. മഹിമാവും പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങൾ ഉയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണ് യാഗത്തിൽ തൻ ശോണിതവും. ഇത് നമ്മുടെ സിറോ മലബാർ റാസ കുർബാനയിൽ വൈദികൻ വിരിചുംബനം നടത്തി മുട്ടുകുത്തി നിന്ന് 12 പ്രാവശ്യം സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തി റൂഹായെ ക്ഷണിക്കുന്നു. എന്തോ ഒരു വിസ്മയനീയമായ ഒരു അനുഭവമാണത്. പരിശുദ്ധാത്മാവ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ആരാധനാക്രമത്തിലെ വളരെ പ്രധാനമായ ഒരു ബോധ്യമാണ്. മറ്റ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി ഇത് വരട്ടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. എന്നാൽ ആരാധനക്രമത്തിൽ വൈദികൻ അത് പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ പേരിലാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാം സഭയുടെ പേരിലാണ്. അതുകൊണ്ട് ഈ ആരാധനാക്രമം മുഴുവനും സഭയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. സഭയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാതൽ. അതിൽ നമ്മൾ ആർക്കും ഒരു മെത്രാപ്പോലിത്താക്ക് പോലും അതിൽ മാറ്റം വരുത്താനുള്ള ജുറിസ്ഡിക്ഷൻ ഇല്ല. കാരണം അത്രയ്ക്ക് വളരെ വില കൽപ്പിക്കുന്ന സഭയുടെ ഏറ്റവും വലിയ വില പിടിച്ച സഭയുടെ ഏറ്റവും വലിയ നിധിയാണ് ഈ ആരാധനാക്രമങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ഒന്ന്,
ഇപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണേ എന്ന് സുറിയാനി കുർബാനയിൽ അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാധനാക്രമത്തിൽ ആരംഭം മുതൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ യാഗവസ്തുക്കളിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്ന പ്രവൃത്തിയിൽ ഈശോയുടെ വചനവും പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കണം. അപ്പോൾ അതൊന്നും കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതെങ്കിലും നിങ്ങളിത് കുറച്ച് പേരെങ്കിലും പുതിയതായിട്ടുള്ളവരുണ്ടാവുമല്ലോ. ഇത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. അത് മനസ്സിലാക്കേണ്ടത്, ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് എന്ന് പറഞ്ഞത് ഈ 6-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ആരാധനാക്രമങ്ങളെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചപ്പോൾ തന്നെയാണ്. അപ്പോൾ ഈശോ തന്നെയാകുന്ന വചനത്തെ നമ്മൾ ഒരു ലിപിയായിട്ടല്ല കാണേണ്ടതെന്നും ഒരു അക്ഷരമായിട്ടല്ല കാണേണ്ടതെന്നും പലപ്പോഴും നമ്മൾ കേട്ടു. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്തത് എന്താ? അവൻ 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 കണ്ടോ, അവൻ. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വളരെ പ്രധാനമായൊരു സാന്നിധ്യമാണ്. യേശുവിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം വൈദികനിലൂടെ അവിടെ ഉള്ളതുപോലെ തന്നെ അതോടൊപ്പം തന്നെയുള്ള യേശുവിൻ്റെ വചനമാകുന്ന സാന്നിധ്യം. അപ്പോൾ അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ തൻ്റെ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്തോത്രഗീതം ആലപിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം വളരെ നിർണായകമായ ഒരു കാര്യമാണ് നടക്കുന്നത്. അവൻ അപ്പമെടുത്തു പറഞ്ഞു. എന്തു പറഞ്ഞു? ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അന്ന് ഈശോ പറഞ്ഞപ്പോൾ സംഭവിച്ച അതേ സംഭവം ഇവിടെ നടക്കുകയാണ്. ഈ അപ്പം, ഈ ഗോതമ്പ് അപ്പം ക്രിസ്തുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരമായി രൂപാന്തരപ്പെടുകയാണ്. അതിനുശേഷം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ, ഈ യാഗവസ്തുക്കളിൽ ആവസിച്ച് ഇതിനെ വിശുദ്ധീകരിച്ച് ഭൗതീകരിച്ച് ഇതിനെ പൂർത്തീകരിക്കണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആ രൂപാന്തരീകരണം പൂർത്തീകരിക്കുകയും ഇനി ഇവിടെ ഈ യേശുവിൻ്റെ മരണം, ഉയർപ്പ്, സ്വർഗാരോഹണത്തിലുള്ള അത് മുഴുവനും, ആ രഹസ്യങ്ങൾ മുഴുവനും ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. യേശു മരിച്ചു, എന്നാൽ ആ മരിച്ച യേശു ഉയർത്തു. അതാണ് അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ആലോചിക്കുമ്പോൾ യേശുവിൻ്റെ പീഡാനുഭവം അവിടെ ആരംഭിക്കുന്നു. ഇനി നമ്മൾ അവിടത്തെ വിസ്മയനീയത ഇതാണ്: യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉയർപ്പ് ഈ അനാഫറ പ്രാർത്ഥനയിൽ, ഈ കാഴ്ചവെപ്പ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലാണ് അവിടെ അത് സംഭവിക്കുന്നത്. അത് അവിടെ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ത്രിത്വൈക ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട്, ആ ബലിപീഠത്തിലും ത്രിത്വൈക ദൈവം വസിച്ചുകൊണ്ട് നമ്മളെ ഇതിൽ പങ്കാളികളാക്കിക്കൊണ്ട് അവിടെ വെച്ച് തന്നെ നമുക്ക് ഇത് പകർത്തപ്പെടുന്നു. ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അത് രക്തമാകുന്നു. അത് ഈശോ നമുക്ക് അവിടെ വെച്ച് തന്നെ തന്നു കഴിഞ്ഞു, നമ്മളത് സ്വീകരിക്കുന്നു. അപ്പോൾ ഇത് ക്രിസ്തീയ കത്തോലിക്ക പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഏറ്റവും ഉറവിടവും ഉച്ചകോടിയുമാണ് ഈ ആരാധനാക്രമത്തിലെ ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ ഇത് ആവർത്തിച്ച് ഇതിനെ നമ്മൾ ഓർമ്മിപ്പിക്കണമെന്ന് തന്നെയാണ് സഭ പറയുന്നത്. കാരണം നമ്മളിത് പല പ്രാവശ്യം കേട്ടാലും നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ വ്യാപൃതരാകുമ്പോൾ അതിൻ്റെ സാന്ദ്രത നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ ഫെമിലിയാരിറ്റി ബ്രീഡ് കണ്ടംപ്റ്റ് എന്ന് പറയും. അതായത് ഒരു കാര്യം എന്നും പതിവായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വലിയ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ സാധ്യതയുണ്ട്. ഇനി നിർത്തുകയാണ്. അപ്പോൾ ഒന്നുകൂടി അത് വായിക്കട്ടെ. സഭയുടെ
കൗദാശിക ആരാധനയിൽ രക്ഷാകര രഹസ്യത്തെ പ്രഖ്യാപിക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു തരികയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം പ്രാർത്ഥനാനിരതമായ ഹൃദയത്തിൽ തുടരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ വിശ്വാസികളായ നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്പത്ത്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ആധ്യാത്മിക ഗ്രന്ഥകാരന്മാർ ചിലപ്പോഴെല്ലാം ഹൃദയത്തെ ബലിപീഠത്തോട് ഉപമിക്കാറുണ്ട്. ആരാധനാഘോഷ സമയത്തും അതിനുശേഷവും പ്രാർത്ഥന ആരാധനയെ ആന്തരികമാക്കുകയും ഉണ്ടോ. അപ്പോൾ നമ്മുടെ ബാഹ്യമായിട്ടുള്ള അവിടെ നടന്നത് എന്തെല്ലാം ആയാലും അതെല്ലാം ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്നു. ആരാധന ആന്തരികമാക്കുകയും സാംശീകരിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് രഹസ്യം എന്ന് പറയുന്നത്. രഹസ്യം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം. രഹസ്യത്തിൽ എന്ന് പറഞ്ഞിട്ട് മത്തായി 6:6 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ ആ രഹസ്യം എന്ന് പറയുന്നതിന് ഈ വിസ്മയനീയത വളരെ വിസ്മയമായ തരത്തിലാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് വിശുദ്ധ കുർബാനയിൽ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. രഹസ്യത്തിൽ നടത്തുകയാണെങ്കിൽ പോലും പ്രാർത്ഥന എപ്പോഴും സഭയുടെ പ്രാർത്ഥനയാണ്. ഉണ്ടോ, നമ്മൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും ഈ ആരാധനാക്രമങ്ങളിലെ പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥനയാണ്. അത് പരിശുദ്ധ ത്രിത്വവുമായുള്ള സംസർഗമാണ്. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം.